കോഴിക്കോട് പുതിയ 2 ഷിഗല്ല കേസുകൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. കുന്നമംഗലത്ത് 1 വയസ്സുകാരനും പയ്യോളി തുറവൂരിൽ 9 വയസ്സുകാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും വീണ്ടും ഷിഗല്ല കേസുകൾ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. ഇപ്പോൾ ഇവരുടെ സാമ്പിൾസ് എന്നായിരുന്നു പരിശോധനയ്ക്ക് അയച്ചത്? ആ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നുണ്ടോ? വിശദാംശം. സൈഫ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ രോഗികൾക്ക് ആരോഗ്യനില തൃപ്തികരമാണ്, രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിൽ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ കുന്നമംഗലം സ്വദേശിയായിട്ടുള്ള 1 വയസ്സുകാരനാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇന്നിപ്പോൾ ഫലം വന്നപ്പോൾ കുട്ടിയുടെ രോഗം ഷിഗല്ലയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കുട്ടിയുള്ളത് 9 വയസ്സുകാരനാണ്. ആ കുട്ടിയുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. ഈ കുട്ടിയുടെ ഫലം വന്നപ്പോഴും അതും ഷിഗല്ലയാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പയ്യോളി സ്വദേശിയായിട്ടുള്ള ഈ 9 വയസ്സുകാരന്റെ ബന്ധുവായിട്ടുള്ള 3 വയസ്സുകാരന് കഴിഞ്ഞ ദിവസം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. ഏറ്റവും ഒടുവിൽ ഈ കണക്കുകൾ ലഭ്യമാകുമ്പോൾ ഈ മൺസൂൺ കാലത്ത് മാത്രം ജില്ലയിൽ 14 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞെട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നതും അതുപോലെ തന്നെ അത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതും. അത്തരം ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും കടന്നിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്. പ്രധാനമായും ക്ലോറിനേഷൻ നടത്തുക, അതുപോലെ തന്നെ വൃത്തിഹീനമായ ഭക്ഷണശാലകൾക്കും അതുപോലെ തന്നെ പാനീയങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുക. അത്തരം ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയും അടച്ചുപൂട്ടാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുന്നമംഗലത്തെ ഈ കുട്ടിക്ക് കൂടി 1 വയസ്സുകാരനായ കുട്ടിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ഈ മൺസൂൺ കാലത്ത് മാത്രം ജില്ലയിൽ 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. സൈഫു. യെസ്, ഇന്നലെ 3 പുതിയ ഷിഗല്ല കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ 11:30 മണിയാകുമ്പോൾ 2 പുതിയ കേസുകൾ, അതും കോഴിക്കോട് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് മൊത്തം കേരളത്തിൽ എത്ര ഷിഗല്ല പുതിയ കേസുകൾ സ്ഥിരീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ ജാഗ്രതാ പരിപാടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി ഫലം കാണുന്നില്ല എന്ന് വേണം കരുതാൻ.